നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. BA പൊളിറ്റിക്കൽ സയൻസിലെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് സിസ്റ്റം അനാലിസിസ്. അപ്പോൾ ഈ ഒരു ബ്ലോക്കില് നമ്മൾ പ്രധാനപ്പെട്ട അപ്രോച്ചുകളെ കുറിച്ച്, കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട അപ്രോച്ചുകളെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റില്, ഈ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം അനാലിസിസ് ആണ്. നമുക്ക് ഈ സിസ്റ്റം അനാലിസിസിനെ പല സ്റ്റഡീസിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലെ. ഇതിപ്പോ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ സിസ്റ്റം അനാലിസിസിനെ കുറിച്ചാണ്. ഈ സിസ്റ്റം അനാലിസിസ് എന്നതുകൊണ്ട് ഇനി അത് ഏത് സ്ട്രീമില് ഏത് പഠനത്തിലാണെങ്കിലും സിസ്റ്റം അനാലിസിസ് എന്നതിന്റെ ഏറ്റവും ലളിതമായ മീനിങ് എന്ന് പറയുന്നത് ഓരോ ഘടകങ്ങളാക്കിയിട്ട് അതിനെ പഠിക്കുക. അത് പെഡഗോജിയിലാവട്ടെ ഏത് വിഷയത്തിലാണ് ആയാലും ചെറിയ ചെറിയ ഘടകങ്ങളാക്കിയിട്ട് അത് പഠനം നടത്തുന്ന സമയത്ത് നമുക്ക് അതിനൊരു കംപ്ലീറ്റ് സ്റ്റഡി, ഒരു ടോട്ടാലിറ്റി ഈ പഠനത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. ഓരോ ഭാഗവും ഈച്ച് ആൻഡ് എവരി പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ സിസ്റ്റം അനാലിസിസിനെ കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റം അനാലിസിസ് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. അപ്പൊ ഇതില് താരതമ്യ പഠന ശാസ്ത്രത്തില് വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സിസ്റ്റം അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ ഘടകത്തെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നുവെങ്കിൽ പോലും അതിനെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിട്ടല്ല കാണുന്നത്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഘടകങ്ങളാണിവ. അപ്പോൾ അതിൽ ഓരോന്നിനെയും നമ്മൾ പഠനം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുവെങ്കിൽ പോലും ഇതിനെ തീർത്തും ഒരു ഐസൊലേറ്റഡ് ബോഡി ആയിട്ടല്ല നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഈ പൊളിറ്റിക്കൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ സിസ്റ്റം അനാലിസിസിൽ പഠിക്കുന്നത്. അപ്പൊ ഈ സമീപനം അവതരിപ്പിച്ചിരിക്കുന്നത് ഡേവിഡ് ഈസ്റ്റൺ ആണ്. കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വളരെയേറെ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡേവിഡ് ഈസ്റ്റൺ. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഒട്ടുമിക്ക പോയിന്റിന്റെയും ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഡേവിഡ് ഈസ്റ്റൺ തന്നെയാണ്. അപ്പൊ ആ ഒരു പേര് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ വാട്ട് ഈസ് സിസ്റ്റം അനാലിസിസ് നോക്കാം, അതിന്റെ അർത്ഥം. സിസ്റ്റം അനാലിസിസ് പ്രകാരം ഈ രാഷ്ട്രീയത്തെ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് സംവിധാനമായിട്ട്, ഒരു സിസ്റ്റമായിട്ടാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമായിട്ടാണ് ഇവിടെ കാണുന്നത്. സമൂഹത്തിൽ നിന്നുള്ള ആവശ്യങ്ങളും പിന്തുണകളും ഇതൊക്കെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഈ ഇൻപുട്ട് പ്രവേശിക്കുന്നു. ഇത്തരം ആവശ്യങ്ങളും അതുപോലെ പ്രശ്നങ്ങളും ഒക്കെ ഒരു ഇൻപുട്ടാണ്, അത് അതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതില് ഈ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഈ ആവശ്യങ്ങള്, നീഡ്സ്, ഇത് അവിടെ ചില പ്രശ്നങ്ങൾക്ക് ചില പരിഹാരങ്ങൾ, അത് ലീഗൽ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നയരൂപീകരണങ്ങളായിരിക്കാം, ചില നിയമങ്ങളൊക്കെ, ലീഗൽ എന്ന് പറയുമ്പോൾ ചില നിയമങ്ങളൊക്കെ, നിയമനിർമ്മാണമൊക്കെ നടക്കപ്പെടും. അതല്ലെങ്കിൽ ചില പ്രശ്നത്തിന് പരിഹാരമായിട്ട് ചില നയങ്ങൾ രൂപീകരിക്കപ്പെടും. ഇങ്ങനെ ഈ രീതിയിൽ ഇൻപുട്ടിന് പരിഹാരമാകുന്നത് നിയമമാവട്ടെ അല്ലെങ്കിൽ രൂപീകരിക്കപ്പെടുന്ന നയങ്ങളാവട്ടെ, ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇൻപുട്ട് ലീഡ്സ് ടു ഔട്ട്പുട്ട്. ഈ ഒരു പഠനമാണ് നമ്മൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഔട്ട്പുട്ടുകളോട് ജനങ്ങൾക്ക് ഒരു പ്രതികരണം ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഒരു നിയമം പാസ്സാക്കിയാൽ അതിനോട് ജനങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. ഒരു പോളിസി രൂപീകരിക്കപ്പെട്ടു, അത് നടപ്പിൽ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട ഒരു പോളിസിയോട് ജനങ്ങൾക്ക് ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫീഡ്ബാക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വീണ്ടും ഒരു മടങ്ങി വരവിനും കാരണമാകുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഫീഡ്ബാക്ക്, ഈ മൂന്നെണ്ണത്തിന്റെയും ഒരു പ്രവർത്തനം, അതാണ് സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത്, സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റം അപ്രോച്ചിൽ നമ്മൾ ഓരോ ഘടകത്തെയും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല പഠിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്നത് മാത്രമാണ് അതിന്റെ അർത്ഥം. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് ഡേവിഡ് ഈസ്റ്റൺ രാഷ്ട്രീയമായിട്ട് ഇതിനെ നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു നിർവചനം നോക്കാം. സമൂഹത്തിലെ മൂല്യങ്ങളുടെ അധികാരപരമായ വിതരണം നടത്തുന്ന ഇടപെടലുകളുടെ ഒരു സമുച്ചയമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം അഥവാ രാഷ്ട്രീയ സംവിധാനം എന്നാണ് ഈസ്റ്റണിന്റെ അഭിപ്രായം. നമുക്ക് ഡെഫിനേഷൻ ഒന്നുകൂടി വായിക്കാം. സമൂഹത്തിലെ മൂല്യങ്ങളുടെ അധികാരപരമായ വിതരണത്തിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് അധികാരം, ഒരു പവർ അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതാണല്ലോ ഈ നയരൂപീകരണം എന്ന് പറയുന്നത്. മിക്ക സിറ്റുവേഷനിലും
പൊളിറ്റിക്കൽ പാർട്ടികളാവട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം നടത്തുന്ന നയരൂപീകരണങ്ങളെയാണ് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അധികാരമുള്ള ഒരു കേന്ദ്രത്തിന് മാത്രമാണ് നടപ്പിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അധികാരപരമായ വിതരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ അധികാര വിതരണം നടത്തുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുക, സിസ്റ്റം അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഈ സിസ്റ്റം അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ, എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇൻപുട്ട് തന്നെയാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് സമൂഹത്തിന്റെ ആവശ്യവും പിന്തുണയും ഒക്കെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പൊ ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ആയിരിക്കും അല്ലെ. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വേണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് വരണം, ഇതൊക്കെ തന്നെ എന്താണ്, ഡിമാൻഡാണ്. അതുപോലെ തൊഴിൽ രംഗത്ത്, സാമൂഹ്യ നീതി രംഗത്ത്, തൊഴിൽ രംഗത്ത് നമുക്ക് തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ തൊഴിലിന്റെ കാര്യക്ഷമത ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതൊക്കെ ഉന്നയിക്കപ്പെട്ടേക്കാം. അതുപോലെ തന്നെ സാമൂഹ്യ നീതിയും സുരക്ഷയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ സാമൂഹ്യ നീതി, സ്ത്രീ സുരക്ഷ ഒക്കെ ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ ഈ നിയമനിർമ്മാണം നടക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് നടക്കേണ്ടത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻപുട്ട് എന്ന് പറയുക. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആവശ്യങ്ങളെ കുറിച്ചാണല്ലോ. ദെൻ ചില സപ്പോർട്ട്സ്, പിന്തുണകളുണ്ട്, അതും ഇൻപുട്ടാണ്. അതിന് എക്സാമ്പിൾ നിയമങ്ങൾ നമ്മൾ ഒബേ ചെയ്യുക. ഒരു നമുക്ക് നിലനിൽക്കുന്ന പ്രിവൈൽ ചെയ്യുന്ന നിയമങ്ങള് നമ്മൾ ഒബേ ചെയ്യുക എന്നത് നമ്മൾ കൊടുക്കുന്ന പിന്തുണയാണ് അല്ലെ. ആ നിയമത്തോട് നമ്മൾ നൽകുന്ന ഒരു പിന്തുണയാണ്. നികുതി അടയ്ക്കുക, ഓക്കെ, നല്ലൊരു എക്സാമ്പിൾ ആണ് നികുതി അടയ്ക്കുക എന്ന് പറയുന്നത്. ഈ നികുതി സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനോട് സഹകരിക്കണം. നികുതി ഓരോ സിറ്റിസൺസും നികുതി കൃത്യമായിട്ട് അടയ്ക്കണം. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ വിജയത്തില്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ഷൻസ് അല്ലെ, തെരഞ്ഞെടുപ്പുകൾ. ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് നമ്മൾ പൗരന്മാരൊന്നും വോട്ട് ചെയ്യാതെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സിസ്റ്റം വിജയിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മുടെ പൂർണ്ണമായ ഒരു പങ്കാളിത്തം, സഹകരണം, ഇതൊക്കെ തന്നെയാണ്. അതുപോലെ സർക്കാരിനോടുള്ള വിശ്വാസം, ഇതെല്ലാം എന്താണ്, ഇതൊക്കെ ഇൻപുട്ടാണ്. ഇനി നമ്മൾ നോക്കുന്നത് അതിന്റെ ഒരു രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഒരു കൺവേർഷൻ പ്രോസസ് ആണ്. ഒരു കൺവേർഷൻ പ്രക്രിയ നടക്കുന്നുണ്ട്. അതായത് ഈ ഇൻപുട്ടുകളെ കൺവേർട്ട് ചെയ്യുകയാണ് അല്ലെ. ഇൻപുട്ടുകൾ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമ്മൾ പറയുന്നത് ഒരു നിയമത്തിന് വേണ്ടിയിട്ട് ഒരു ആവശ്യം, ഒരു മുറവിളി ഉണ്ടാകും. ആ നിയമം പാസ്സാക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകും. മുൻപ് ഡൽഹിയിൽ ഒരു പെൺകുട്ടി ബസ്സിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നിർഭയ ആക്ട് പാസ്സാക്കപ്പെട്ടു. അപ്പൊ അവിടെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിന്റെ ആവശ്യകതയുണ്ടായി. ആ നിയമം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും ജനങ്ങള്, പൗരന്മാരെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. അപ്പൊ അതാണ് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി അത് നിയമം, നിർഭയ ആക്ട് പാസ്സാക്കപ്പെട്ടു. ഈ നിർഭയ ആക്ട് 2010 പാസ്സാക്കപ്പെട്ടു എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ടാണ്. അപ്പൊ ഈ ഇൻപുട്ട് ഉണ്ടായിട്ട് അത് ഔട്ട്പുട്ടായി വരുന്നതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. അതാണ് കൺവേർഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ടിനെ നയമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ തീരുമാനമാക്കിയിട്ട് മാറ്റുന്ന ഈ ഘട്ടത്തെയാണ് നമ്മളിവിടെ കൺവേർഷൻ പ്രോസസ് എന്ന് പറയുക. ഇവിടെ സർക്കാർ, നിയമനിർമ്മാണ സഭ, അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ സിസ്റ്റം, നിയമവ്യവസ്ഥ, ഇതൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയുടെ ഒക്കെ പ്രവർത്തനത്തിലൂടെയാണ് ഇവിടെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് അത് ഔട്ട്പുട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ സിമ്പിൾ, നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, ഈ നിയമം തന്നെയാണ്. അപ്പൊ അതിൽ സർക്കാരിന്റെ നിയമങ്ങളും കോടതി വിധികളും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിനൊരു ഫീഡ്ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഫീഡ്ബാക്ക് എന്തായിരുന്നു നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്? ജനങ്ങളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം, ഇതിനൊക്കെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുക. അപ്പൊ ഔട്ട്പുട്ടുകളോട് ജനങ്ങൾക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിൽ നിന്നുണ്ടാകുന്ന അവരുടെ റെസ്പോൺസ്, ഇതിനെയാണ് നമ്മളിപ്പോ ചിലപ്പോ ഓക്കെ ആയിരിക്കില്ല, ജനങ്ങൾക്ക് അതിനോട് സമ്മതം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പ്രതികരണമല്ല. അപ്പൊ അതിന് പ്രതിഷേധങ്ങളായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്മതി നൽകുന്നതൊക്കെ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ പ്രതിഫലിക്കും അല്ലെ. ജനങ്ങളുടെ താല്പര്യവും ഇഷ്ടവും വിയോജിപ്പും യോജിപ്പും ഒക്കെ ഈ റിസൾട്ടില് പ്രതിഫലിക്കും. ഗവൺമെന്റ് നിലവിൽ ഇരിക്കുന്ന ഗവൺമെന്റിനോട്, ഭരിക്കുന്ന ഗവൺമെന്റിനോട് ജനങ്ങൾക്ക് യോജിപ്പാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.
വീണ്ടും തുടർ ഭരണത്തിലേക്ക് ഗവൺമെന്റിനെ നയിക്കും. എന്നാൽ ഗവൺമെന്റിനോട് താല്പര്യക്കുറവാണ്, വിയോജിപ്പാണ് ഉള്ളതെങ്കിൽ അതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും, ഗവൺമെന്റിന് തുടർ ഭരണം ലഭിക്കില്ല. അപ്പൊ ഇതാണ് ജനങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് മാധ്യമങ്ങളുടെ പ്രതികരണം ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇനി എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും പരിസ്ഥിതി, മരങ്ങളും ഇതൊന്നും അല്ല ഉൾപ്പെടുന്നത്. നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഒരു എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ, അതാണ്. അതായത് പൊളിറ്റിക്സിനെ സ്വാധീനിക്കുന്ന ഒരു പരിസ്ഥിതി. ഇനി ആഭ്യന്തര പരിസ്ഥിതി അതുപോലെ ബാഹ്യ പരിസ്ഥിതി എന്ന് രണ്ടായിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റിനെ നമ്മൾ പറയാറുണ്ട്. അതില് ആഭ്യന്തര പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ ആണ്, സാമൂഹിക ഘടനയാണ്, അതുപോലെ നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങൾ അതിൽ വരുന്നുണ്ട്, സാംസ്കാരിക മൂല്യങ്ങൾ, ഇതൊക്കെ ആന്തരികമായിട്ടുള്ള അല്ലെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണ്. ഇനി ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വരും, ആഗോളവൽക്കരണം വരും, വിദേശ നയങ്ങൾ വരും, പെട്ടെന്ന് സംജാതമാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു എലമെന്റുകൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതാണ് അന്താരാഷ്ട്ര അല്ലെങ്കിൽ ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി നോക്കുന്നത് സിസ്റ്റം അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ്. എന്തിനാണ് സിസ്റ്റം അനാലിസിസ് നിലനിൽക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ്. അപ്പൊ അത് വിവിധ രാജ്യങ്ങളിലെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ സിസ്റ്റം അനാലിസിസിന് പല രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. എന്തായാലും രണ്ട് പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് സിസ്റ്റം അനാലിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വികസിത അവികസിത രാജ്യങ്ങളെ ഒരേ ഫ്രെയിം വർക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒറ്റ ഫ്രെയിം വർക്കിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ രാഷ്ട്രീയ സ്ഥിരതയും അസ്ഥിരതയും, ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സിറ്റുവേഷൻ ആണ് അല്ലെ, രണ്ട് സ്റ്റാറ്റസ് ആണ്. അപ്പൊ ഈ രണ്ട് സ്റ്റാറ്റസിനെ നമുക്ക് ഒറ്റ ഫ്രെയിം വർക്കിൽ പഠന വിധേയമാക്കാനായിട്ട് സാധിക്കും. ഇനി സിസ്റ്റം അനാലിസിസിനും തീർച്ചയായിട്ടും ചില ക്രിറ്റിസിസംസ് ഒക്കെ ഉണ്ട്, വിമർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഇത് വളരെ ഫിലോസഫിക്കലാണ്, കുറച്ച് എക്സ്ട്രീംലി സൈദ്ധാന്തികമായിട്ടുള്ള ആശയമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇത്തരം അധികാര അസമത്വങ്ങളെയൊന്നും വ്യക്തമായിട്ട് പ്രതിഫലിക്കാൻ ഇതിൽ സാധിക്കുന്നില്ല, അതിനെയൊന്നും ഇത് വിശദീകരിക്കുന്നില്ല. അതുപോലെ നമ്മള് വർഗസംഘർഷം അല്ലെങ്കിൽ വർഗസമരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് മാർക്സിസ്റ്റ് ചിന്താഗതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊരു റിയാലിറ്റിയുമാണ്. എന്നാൽ ഈ സിസ്റ്റം അനാലിസിസിൽ ഇതിനൊന്നും യാതൊരു പങ്കും അല്ലെങ്കിൽ പ്രാധാന്യവും നൽകുന്നില്ല. അപ്പൊ അധികാര രാഷ്ട്രീയ ഘടകങ്ങളെ പല കോണ്ടെക്സ്റ്റിലും ഇത് അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പോരായ്മയായിട്ട് പറയുന്നത്. ഇനി താരതമ്യ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പ്രസക്തി എന്താണെന്ന് നോക്കാം. ഇതിന്റെ ഒരു റെലവൻസ്, ഇത് റെലവന്റ് ആണോ അല്ലെങ്കിൽ റെലവൻസ് ഇല്ലയോ എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ഒരു ജനറലൈസ് ചെയ്തിട്ട് ഒരു സാർവത്രിക ആശയങ്ങളിലൂടെ പഠിക്കാൻ നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളത് ഇതിന്റെ റെലവൻസ് തന്നെയാണ്. അപ്പൊ വിവിധ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ നമുക്ക് ഒരേ കണ്ണിലൂടെ കണ്ട് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഇതിന്റെ റെലവൻസ് ആണ്. അപ്പൊ എന്തായാലും സിസ്റ്റം അനാലിസിസ് അല്ലെങ്കിൽ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ റെലവന്റ് ആയിട്ടുള്ളതും കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലെ പഠനത്തിനെ വളരെയേറെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഡേവിഡ് ഈസ്റ്റേൺ തന്നെയാണ് ഇതിന്റെയും ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോക്താക്കളായിട്ട് ഒരുപാട് പേര് ഇതിന്റെ പ്രയോക്താക്കളാണ്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഈ സിസ്റ്റം അപ്രോച്ച് വെച്ചിട്ട് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ വളരെയേറെ വൈഡ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്. ഇതിന്റെ ഒരു ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ ആവശ്യങ്ങളും അത് ഇൻപുട്ട് ഔട്ട്പുട്ടായി മാറുന്നതും അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യപ്പെടുന്നതും അതിൽ ജനങ്ങൾ കൊടുക്കുന്ന ഫീഡ്ബാക്കും ഒക്കെ ഇതിന്റെ ഭാഗമാകുന്നു. എന്ന് വെച്ചാൽ ജനങ്ങളെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഒരു എക്സ്പ്രഷൻ ഇതിൽ വരുന്നു എന്നുള്ളത് തന്നെയാണ് സിസ്റ്റം അപ്രോച്ചിന്റെ മറ്റൊരു പ്രാധാന്യം.